പല ബിസിനസ്സുകാരും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വെല്ലുവിളി അല്ലെങ്കിൽ അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചലഞ്ച് നല്ല ടീമിനെ അവരെ കമ്പനിയിലേക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കൂടെ ഒരു കൃത്യമായ വിഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിഷൻ ഉണ്ടായാൽ മാത്രം പോരാ, നമ്മുടെ കയ്യിൽ ഒരു പ്രോപ്പർ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആ ബിസിനസ്സിൽ ഉണ്ടായിരിക്കണം. ഒരു എംപ്ലോയി വന്ന് നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ അയാൾ എപ്പോഴും ആലോചിക്കുന്നുണ്ടാവുക എനിക്കെന്ത് ബെനിഫിറ്റ് ആയിരിക്കും ഈ ഒരു വർക്കിലൂടെ ലഭിക്കുന്നുണ്ടാകുക എന്നുള്ളതായിരിക്കും. അതിന് കൃത്യമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് എപ്പോഴും നമ്മളെ കൂടെ നല്ല ടീം വർക്ക് ചെയ്യാൻ വില്ലിങ് ആവുകയുള്ളൂ. ശരിക്കും നമ്മളെ കൂടെ നല്ല ടീം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അവരുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് ആണ്. നല്ല പോലെ നമുക്ക് അവർക്ക് സാലറി കൊടുക്കാനും മറ്റ് അലവൻസ് കൊടുക്കാനും ഇൻസെൻറ്റീവ് കൊടുക്കാനും നമുക്ക് പറ്റണം എന്നുള്ളത് അതായിരിക്കും അവരിൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാക്കുന്ന ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഒരു കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് നമ്മളുടെ വർക്കിലൂടെ അവർക്ക് എപ്പോഴും കിട്ടണം എന്നുള്ളതാണ്. ഒരു സ്റ്റാഫും പെർമനൻ്റ് ആയിട്ട് നമ്മളെ കൂടെ നിൽക്കാനല്ലല്ലോ വന്നത്. കാരണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സെക്യൂർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് പീരീഡ് വരെ ഉറപ്പ് കൊടുക്കുന്നൊരു ജോലിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു സ്റ്റാഫും നമ്മളെ കൂടെ നിൽക്കുമ്പോൾ അവരെപ്പോഴും ആലോചിക്കുന്നുണ്ടാവുക എനിക്ക് ഈ വർക്കിലൂടെ എന്ത് പ്രൊഫഷണൽ ഗ്രോത്താണ് ലഭിക്കുക എന്നുള്ളതാണ്. അവർക്ക് നല്ല പ്രൊഫഷണൽ ഗ്രോത്ത് ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് അവർ നമ്മളെ കൂടെ ഉണ്ടാവുകയുള്ളൂ. ദാറ്റ് മീൻസ് നമ്മളുടെ കൂടെ നമ്മളെ കമ്പനിയിൽ അവർ വർക്ക് ചെയ്യുമ്പോൾ അവർക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുമോ എന്ന് അവരെപ്പോഴും നോക്കുന്നുണ്ടായിരിക്കും. മൂന്നാമത്തെ കാര്യം, നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയിൽ അവർക്ക് വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും അവർ നോക്കുന്നുണ്ടാവുക. ഏറ്റവും പ്രധാനമായും ഈ 3 കാര്യങ്ങൾ ഉറപ്പിക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ, 1 അവരുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത്, 2 അവരുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ്, 3 അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഇത് 3ഉം ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മുടെ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ, നമ്മളെ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ, നമ്മുടെ ബിസിനസ്സിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവർക്ക് പറ്റുമെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നല്ല സ്കിൽഡായ ക്വാളിറ്റിയുള്ള ടീമിനെ നമ്മളെ കൂടെ നിർത്തി നമ്മളുടെ ടീമിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ്. ഇത് നമ്മൾ അങ്ങോട്ട് ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. എന്നാൽ ഒരു ബിസിനസ്മാൻ ആദ്യം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹയർ ചെയ്യുമ്പോൾ റൈറ്റ് ആയിട്ടുള്ള പേഴ്സണെ തന്നെ ഹയർ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഹയർ ചെയ്ത സ്റ്റാഫിന് അവരുടെ വർക്കിന് വേണ്ട എല്ലാ റിസോഴ്സസും നമുക്ക് പ്രോപ്പറായിട്ട് അലോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. ഇത്രയും കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ നല്ല ടീം വർക്ക് ചെയ്യാൻ വില്ലിങ് ആവും. അത് നമുക്ക് നല്ല പോലെ നമ്മളെ ബിസിനസ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുവാനും നമുക്ക് നല്ല രീതിയിൽ അതുവഴി നല്ല സെയിൽസ് കൂട്ടുവാനും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. താങ്ക് യു.